അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഏവരും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് അംഗീകാരം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഹദീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായി അതിൻ്റെ തെളിവ് അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മാത്രമേ അത് പറയാൻ ഒക്കുകയുള്ളൂ, അത് പാടുള്ളൂ. അല്ലെങ്കിൽ അവൻ കള്ളന്മാരിൽപ്പെട്ട ഒരു കള്ളനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ഒരാൾ ഒരു ഹദീസ് എന്നെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ആ ഹദീസ് കളവാവാൻ പര്യാപ്തമായി അഭിപ്രായപ്പെടുന്ന ഹദീസുമാണെങ്കിൽ ആ പറഞ്ഞ വ്യക്തി കള്ളന്മാരിൽപ്പെട്ട ഒരു കള്ളനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നാം എന്ത് പറയുകയാണെങ്കിലും അത് സൂക്ഷിച്ച് അത് രേഖാടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷമേ നാം അത് പറയാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യമാകും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതേസമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാത്ത മറ്റൊരാളെപ്പറ്റി പറയുമ്പോഴും നാം അത് സൂക്ഷിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.